മൂന്നാല് വർഷം മുമ്പ് നിന്നെ ഞാൻ കണ്ടിരുന്നേൽ കണ്ണും പൂട്ടി എന്റെ വീട്ടിലോട്ടങ്ങ് കൊണ്ടുപോയേനെ എന്ന് നമ്മുടെ അപ്പാനി ശരത്തേട്ടൻ എവിക്റ്റായി പോയ ബിൻസിയോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇന്ന് രാവിലെ ആദില നൂറ ആദില പറയുന്നത്. അപ്പോൾ ബിഗ് ബോസ് സീസൺ 7 ഡേ 16 ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങന്റെ സ്വാഗതം. ഞാൻ ആരുടെയൊക്കെയോ പ്രിയങ്കരനായ സൈക്കോ ബോയ്. അപ്പോ അപ്പാനി ബിൻസി വിഷയം ഇന്നലെ ലൈവ് കണ്ടവർക്കും അല്ലെങ്കിൽ ഇന്നലത്തെ എപ്പിസോഡ് കണ്ടവർക്കും ഒക്കെ കുറച്ച് കാര്യങ്ങൾ ഏകദേശം ഒന്ന് മനസ്സിലായി കാണും. ചില ആളുകൾ ഇന്നലെ ഞാൻ ഇട്ട നമ്മുടെ എപ്പിസോഡ് റിവ്യൂവിന്റെ വീഡിയോ അടിയിൽ വന്ന് ഇട്ടിരിക്കുന്ന ഒരു കമന്റ് കണ്ടു. അപ്പാനി ബിൻസി ഇങ്ങനെ ഒരു പ്രശ്നം, നിങ്ങൾ പറയുന്ന പോലെ ഒരു പ്രശ്നം ഞങ്ങളെങ്ങും കണ്ടില്ലല്ലോ, ഞാൻ ലൈവ് കണ്ടതാണല്ലോ എന്നൊക്കെ. അപ്പൊ ലൈവ് കണ്ടവരൊക്കെ എപ്പിസോഡും കൂടി ഒന്ന് പോയി കാണുക. കുറച്ചുകൂടെ കുറച്ച് ക്ലിയർ ആയിട്ട് നമുക്ക് അതിനകത്ത് കേൾക്കാൻ പറ്റുന്നുണ്ട്. ലൈവില് നമ്മുടെ നെവിനും അക്ബറും കൂടെ തമ്മിൽ ഒരു വിഷയം അവിടെ സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഷാനവാസും അപ്പാനിയൊക്കെ സംസാരം, അവരുടെ ആ ഒരു സംസാരത്തിന്റെ തുടക്കം നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നു ലൈവില്. പക്ഷെ എപ്പിസോഡിൽ അത് അത്യാവശ്യം ക്ലിയർ ആണ് കുറച്ചെങ്കിലും. പക്ഷെ ലൈവിൽ അത്യാവശ്യം നല്ല രീതിയിലിരുന്ന് കണ്ടവർക്ക് മനസ്സിലായി കാണൂടെ എന്താണ് അവിടെ ഷാനവാസ് പറയാൻ ഉദ്ദേശിച്ചതെന്ന്. ഒന്ന് 2 മിനിറ്റ് ഒന്നിരുന്ന് തിങ്ക് ചെയ്താൽ മതി. ഷാനവാസ് പലതും കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഷാനവാസിനോട് ഇപ്പോൾ ഇന്ന് രാവിലെ നമ്മുടെ അപ്പാനി അക്ബറിന്റെ കൂടെ പുറത്തിരുന്നിട്ട് അറിയാലോ അവരുടെ ഒരു ബോണ്ടിങ് ഗെയിം. അപ്പൊ അവരുടെ ഇടയ്ക്ക് ഒരു സംസാരമുണ്ട്. അപ്പൊ അപ്പാനി പറയുന്നുണ്ട് ചില ആളുകൾ, അവര് പ്രത്യേകിച്ച് ആദില നൂറ, അവരൊക്കെ അവരൊക്കെ ഷാനവാസിനോട് എന്തോ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഷാനവാസ് ഞാൻ അവിടെ മാറിയെന്ന്, അല്ലെങ്കിൽ ഞാൻ ആദില നൂറ എടുക്കരുന്ന് പറഞ്ഞ കാര്യങ്ങൾ ഷാനവാസ് എന്നോട് ചോദിക്കണമെങ്കിൽ അവര് ഷാനവാസിനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് അപ്പാനി പറയുന്നത്. എന്താ കാര്യമൊന്നും വിശദമാക്കുന്നില്ല. അതുപോലെ തന്നെ നൂറ ശൈത്യയോട്, തൊട്ടപ്പുറം ഇരിക്കുന്ന ശൈത്യയോടോ സരികയോടോ എങ്ങാണ്ട് ശൈത്യയോട് പറയുന്നുണ്ട് ഇന്നലത്തെ വിഷയത്തെ പറ്റി സംസാരിക്കുമ്പോൾ പുറത്തു പോയ ആള് മറ്റേ കൈയൊക്കെ ഇങ്ങനെ വെച്ചിട്ടാ പറയുന്നത്, മനസ്സിലായില്ല. അപ്പൊ നമുക്ക് അവര് മാക്സിമം അത് ഹൈഡ് ചെയ്തേ സംസാരിക്കാൻ ശ്രമിക്കുന്നുള്ളൂ എല്ലാ കണ്ടസ്റ്റൻസും. കാരണം അവിടെ അകത്തുണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് അയാളിപ്പോ വെളിയിൽ പോയി. അപ്പൊ അയാളെ ദ്രോഹിക്കണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കും പലതും പറയാത്തത്. പക്ഷേ എന്തോ അപ്പാനിക്കുഞ്ഞിന്റെ ഒരു കുൽസിതം അവിടെ മണക്കുന്നുണ്ട്. ഭാഗ്യത്തിന് ബിൻസിക്കുഞ്ഞ് നേരത്തെ ഇറങ്ങി പോന്നു, അല്ലെങ്കിൽ ഔട്ടായി. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ലവ് സ്ട്രാറ്റജിയോ വേറെ എന്തെങ്കിലും ഒക്കെ സ്ട്രാറ്റജി നമ്മൾ കാണേണ്ട വന്നേനെ. ഇന്ന് രാവിലത്തെ ആദില നൂറ അല്ലെങ്കിൽ ആദില പറയുന്ന കുറച്ച് കാര്യങ്ങൾ, ഇതുപോലുള്ള ഒരു 3-4 വർഷം മുമ്പ് ഇങ്ങനൊരു കഥ അപ്പാനി പറഞ്ഞിട്ടുണ്ട്, ഇത് താൻ അറിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ പനിച്ചേട്ടൻ പനിച്ചേട്ടൻ ഗെയിം ഇറക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ ഈ ഗെയിമൊക്കെ ഇറക്കുന്നത് പനിച്ചേട്ടൻ ഇപ്പൊ ഇന്നലെ ഷാനവാസ് രാത്രി പറഞ്ഞ കണക്ക് ഒരു ലൈഫ് ഉണ്ട് അപ്പാനി ചേട്ടന്. ആ ലൈഫ് ഇല്ലാതെ ആക്കരുത് ബിഗ് ബോസ് കാരണം, അത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഷാനവാസ് ഇന്നലെ രാത്രിയിൽ തന്നെ ജിസൈലിന്റെ അടുക്ക പോയിരുന്നിട്ട് അക്ബറിന്റെ നോട്ടം ശരിയല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതൊരു ഗെയിം ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ അപ്പാനിയുടെ കേസ് ഒരു ഗെയിം ആയിട്ട് എടുത്ത് പറഞ്ഞതാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ അപ്പാനി ഉറപ്പായിട്ട് നല്ല രീതിയിൽ റിയാക്ട് ചെയ്തേരെ. പക്ഷേ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു കേസ് പറയുമ്പോൾ പക്ഷെ അപ്പാനി അവിടെ ഒതുങ്ങാനാണ് ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ എന്തോ ഉണ്ട് അതിനകത്ത്. പിന്നെ കൂടുതൽ വഷളാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പ്രത്യേകിച്ച് ഷാനവാസ് പറഞ്ഞു എൻ്റെ തെളിവുണ്ട്, അങ്ങനെയുണ്ട്, മറ്റേതുണ്ട്, മറിച്ചതുണ്ട്, പലതും കേട്ടു. ഇങ്ങനെയുള്ള കേസുകൾ പറഞ്ഞപ്പോൾ ചിലപ്പോൾ അപ്പാനി ഒന്ന് ഒതുങ്ങി കൊടുത്തതായിരിക്കും, പണി കൂടുതലായിട്ട് കിട്ടാതിരിക്കാൻ. അപ്പൊ ഇന്ന് രാവിലെയും അതിന്റെ പേരിൽ ചെറിയൊരു സംസാരം നടക്കുന്നു. അതിനുശേഷം ഞാൻ ശ്രദ്ധിച്ചത് ഇന്നലത്തെ ഒരു ലൈവാണ് നമ്മളെ ഇന്ന് കാണിക്കുന്നത്. അപ്പൊ ഇന്നലെ ചിങ്ങം 1, ഈ ചിങ്ങം 1 തന്നെ രാവിലെ തന്നെ നമ്മുടെ അനുമോൾ അവിടെ പൊട്ടിച്ചിട്ടുണ്ട്. പൊട്ടിക്കാനുള്ളൊരു കാരണം കോഫി പൗഡർ. അനുമോൾക്ക് അറിയാമല്ലോ, അനുമോൾക്ക് നീളം കുറവാണ്. ആരോ ഒരാൾ കോഫി പൗഡർ മേളിൽ കുറച്ച് മറ്റേ ആ കിച്ചണിൽ തന്നെ മേളിലൊരു പോർഷനിലാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. അപ്പൊ അനുമോൾക്ക് അത് എടുക്കാൻ പറ്റുന്നില്ല. നെവിനെ വിളിച്ച് അത് എടുപ്പിക്കുന്നുണ്ട്. ഇതെടുത്ത് നെവിൻ കൊടുത്ത ഉടനെ നെവിൻ്റെ അടുക്കല് കോഫി പൗഡർ മേളിൽ ആരോ വെച്ചതിന്റെ പേരും പറഞ്ഞ് ചൂടാവുന്നുണ്ട്. ഒരു കാര്യമില്ല ആ ചൂടാവല്. പറയുന്നത് ഓക്കെ, അതായത് അനുമോൾക്ക് എടുക്കാൻ പറ്റുന്നില്ല. സോ ഇത്രയും പൊക്കത്തിലൊന്നും കൊണ്ട് സാധനങ്ങൾ വെക്കരുത്. ഇനിയും നമുക്ക് അനുമോള് മാത്രമല്ലല്ലോ, അനുമോളുടെ മാത്രം വീടല്ലല്ലോ, അത്രയും പേരുണ്ടല്ലോ. അപ്പം ആരെങ്കിലും ഒക്കെ എടുത്ത് വെക്കൂടെ. അത് വിളിച്ച് ആരെ കൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ മാന്യമായിട്ട് ഇങ്ങനെ എടുപ്പിച്ചാൽ മതി. പക്ഷെ ആ എടുത്തു കൊടുത്ത ആളെ വരെ രാവിലെ അനുമോള് ഒരു കാര്യവും ഇല്ലാതെ അങ്ങ് ചൂടാവുന്ന പോലെ എനിക്ക് തോന്നിയത്. അനുമോളുടെ കോണ്ടന്റ് ഇപ്പൊ അങ്ങ് മാറി തുടങ്ങി, മനസ്സിലായില്ലേ? ഒരു ലേഡി ബിഗ് ബോസ്, ബാക്കി എല്ലാവരും ഓപ്പോസിറ്റ്, ഞാൻ ഒറ്റയ്ക്ക്, ആ ഒരു മൂഡിലേക്ക് അനുമോള് മാറിയിട്ടുണ്ട്. അതൊരു ലിമിറ്റ് വെച്ച് കളിച്ചാൽ കൊള്ളാം. ഒരുപാട് അങ്ങോട്ട് വെറുപ്പിക്കാൻ ശ്രമിച്ചാൽ നാട്ടുകാർക്ക് വെറുപ്പാവും. അപ്പൊ എന്താണെങ്കിലും രാവിലെ അതിന്റെ പേരിൽ ഒരു ചെറിയ പൊട്ടൽ നടക്കുന്നുണ്ട്. ആകെ അനീഷാണ് അനുമോളെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്നത്.
അപ്പാനിയും പിന്നെ മെല്ലെ ഒന്ന് സൈഡ് പിടിക്കുന്നുണ്ട് അനുമോളുടെ. അതായത് വെറുതെ വഴക്കുണ്ടാക്കണ്ടല്ലോ. അപ്പാനി എല്ലാവരും വിളിച്ചിട്ട് പറയുന്നുണ്ട്, എന്നോട് വിളിച്ചാൽ മതി, ഞാൻ കോഫി ഇട്ട് തരാം, പിന്നെ അകത്ത് കയറി ആരും കോഫി ഇടരുത്. കോഫി ഇടുന്നതുകൊണ്ടാണ് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവെക്കുന്നത്. ഇവിടെ ഉള്ളവർക്ക്, കിച്ചൺ ടീമിലുള്ളവർക്ക് അത് പണിയെടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ പുറത്ത് അപ്പാനി, നമ്മുടെ അക്ബർ, ജിസൈൽ, ഇവരെല്ലാവരും, അബി അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് അനുമോളോട് ചോദിക്കുന്നു, നീ എന്തിനാ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്? നല്ലൊരു ദിവസമായിട്ട് ഇന്ന് രാവിലെ തന്നെ എന്തിനീ ഒച്ച വെക്കുന്നു? അവനോട് ഈ ഒച്ച വെക്കേണ്ട ഒരു കാര്യമില്ല. കാരണം അവനെ നീ വിളിച്ചു, അവൻ സാധനം എടുത്തു തന്ന ഒരാളാണ്. ആ ആളോട് നീ പോയിട്ട് നീയല്ല ഇത് ചെയ്തത്, മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞ് ഒച്ച വെക്കേണ്ട കാര്യമില്ല. നെവിനുമായിട്ടൊരു ചെറിയ വഴക്കുണ്ടാവുന്നുണ്ട്. നെവിൻ ജസ്റ്റ് ഇഗ്നോർ ചെയ്ത് വിട്ടി നെവിൻ അങ്ങ് പോകുന്നുണ്ട്. പക്ഷെ അത് അബി വന്നിട്ട് മാന്യമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴും അനുമോൾക്ക് കാര്യം മനസ്സിലാവുന്നില്ല. ചൂടാവലാണ് അനുമോള്. അനുമോളുടെ കണ്ണിൽ എല്ലാവരും ഓപ്പോസിറ്റ് നിന്ന് അനുമോളെ ആക്രമിക്കുന്ന ഒരു സാധനമാണ് കിടക്കുന്നത്. ഇപ്പൊ ശൈത്യ പോലും അനുമോളുടെ സൈഡിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സംഭവമാണ് നമുക്ക് കാണാനുള്ളത്. മനസ്സിലായില്ലേ? എനിക്ക് തോന്നുന്നു ശൈത്യയുടെ ഒരു മൈൻഡിൽ ഒരു ഗെയിം ഇപ്പോൾ എന്താണ്, അനുമോൾക്ക് ഫുള്ള് പുറത്ത് നെഗറ്റീവാണ് എന്ന് ശൈത്യ തിങ്ക് ചെയ്തുകൊണ്ടായിരിക്കാം അനുമോളുടെ സൈഡിൽ നിന്ന് വിട്ടിട്ട് ബാക്കിയുള്ളടത്തോട്ടൊന്ന് ചേക്കേറാൻ ശൈത്യ ചെറുതായിട്ട് ശ്രമിക്കുന്നത്. എനിക്ക് തോന്നുന്നത് അനുമോൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഫോഴ്സ് ചെയ്യാനോ നിർബന്ധിക്കാനോ ഒന്നും പോകുന്നില്ല. ഒരു വൺ ആർമി എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് അനുമോള് മാറിയിട്ടുണ്ട്. ചില ആൾക്കാർക്ക് അത് മനസ്സിലായിട്ടുണ്ട്. അത് പണിയാവുമെന്നും കൂടെ ഒരു തോന്നലുള്ളതുകൊണ്ടായിരിക്കാം അപ്പാനിയൊക്കെ ഇടയ്ക്ക് ഒന്നൊന്ന് മുട്ടി നിന്ന് കൊടുക്കുന്നത്. അപ്പൊ എന്താണെങ്കിലും ലൈവിൽ ഇതൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഓറഞ്ചിന്റെ പേരിൽ ഒരു ചെറിയ വഴക്ക് നടക്കുന്നുണ്ട്. 10-31 ഓറഞ്ച് എങ്ങാണ്ട് ബിഗ് ബോസ് എടുത്തു. അതിനകത്ത് 18 എണ്ണം എല്ലാവരും ഓരോന്ന് വെച്ചെടുത്തു. അതിനുശേഷം പിന്നെ ഷാനവാസിനെ പോലുള്ള ഒരു എക്സ്ട്രാ ബോയ് എടുത്ത് തിന്നു. അതുമായി ബന്ധപ്പെട്ടൊരു ചെറിയ പൊട്ടൽ എന്തായാലും ഇപ്പോൾ അവിടെ നടക്കുന്നുണ്ട്, ചെറിയ പൊട്ടല്. അതിനകത്തൊന്നും വലിയൊരു ഗെയിമൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അനുമോള് രാവിലെ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അനുമോൾക്ക് വേണം. പിന്നെ ഇന്നലെയൊക്കെ നമ്മുടെ അനീഷ് ഒന്ന് ഒതുങ്ങി നിൽക്കുകയായിരുന്നു. ഇന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടുമ്പോഴല്ലേ അനീഷിന് ഇറങ്ങാൻ പറ്റൂ. അനുമോളുടെ ഈ കേസ് വന്നപ്പോഴത്തേക്ക് ചെറുതായിട്ട് അനീഷ് ഏട്ടനും അവിടെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് രാവിലെ അവിടെ നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ നടക്കുന്നത്. ബാക്കിയുള്ളത് ഞാൻ പോയി കാണട്ടെ, എന്നിട്ട് ലൈവ് അപ്ഡേറ്റുകളും നിങ്ങൾക്ക് അങ്ങോട്ട് വന്ന് പറഞ്ഞു തരാം. അപ്പൊ എല്ലാവരും അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.